അന്ന് മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു. അങ്ങനെ എന്നെ തന്നെ മറന്ന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എല്ലാം തെറ്റായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഗോപിക എന്നോട് ക്ഷമിച്ചെങ്കിൽ നാളെ കൃപ തിയേറ്ററിൽ വരിക. വന്നില്ലെങ്കിൽ ഗോപികയ്ക്ക് എന്നോട് ക്ഷമിക്കാനാവില്ലെന്ന് കരുതി ഞാൻ. മോളെന്താ ഇവിടെ? ഏത് പടം കാണാൻ വന്നു? ഞാൻ അങ്കിൾ എന്താ തെരയുന്നേ? ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് ഒരു നാറിയുമായി കൂട്ടിയിടിച്ച് മോൾ എനിക്ക് തന്നെ ആ ടവലും പോയി, ശരീരവും നൊന്ത്. ടവല് മോളുടെ കൈ തന്നെ കിട്ടിയോ? നന്നായി. വഴിയിൽ ഇത് വീണ് കിടക്കുന്ന കണ്ടപ്പോ ഞാൻ മറ്റെന്തൊക്കെയോ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? വേണു ലിഫ്റ്റിൽ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ആ നാറിയുമായിട്ടായിരിക്കും ഞാൻ കൂട്ടിയിടിച്ചത്. ഇനി അവനെ കാണട്ടെ, ചവിട്ടി നട്ടല്ലൊടിക്കും. വേണുവിനെ അറിയാതെ പറ്റിയതാവും അങ്കിൾ. എന്നെ കണ്ട് പാവം പേടിച്ചോടുകയായിരുന്നു. തന്നെ കണ്ട് പേടിച്ചോടാൻ മാത്രം ഭീരുവാണോ അവൻ? അല്ല, എന്റെ കൂടെ DIG അങ്കിളും ഉണ്ടായിരുന്നു. ഓഹോ, അപ്പൊ DIG അങ്കിളിനെ കൊണ്ട് എന്നെ അല്ല വേണുവിനെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? DIG അങ്കിൾ എന്നെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അല്ലെങ്കിലും ഞാൻ വേണുവിനെ പിടിപ്പിക്കില്ലെന്ന് അങ്കിളിന് അറിയില്ലേ? ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? വേണുവും കൂടി അറിയണ്ടേ ഇത്? ഇക്കണക്കിന് ഇനി വേണു തന്നെ കാണാൻ വരുന്ന പ്രശ്നമില്ല. അത് അങ്കിളിനാ നിശ്ചയം? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമാ. എന്നാ നോക്കാം, ഞാൻ നാളെ തന്നെ വേണുവിനെ കാണും. തമാശ തമാശ. തമാശയല്ല, ഞാൻ നാളെ വേണുവിനെ കാണും കാണും കാണും. എവിടെ വെച്ച്? നാളെ താങ്ക് യു.